Attention. Standards. Attention. Prarthana. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നും വാഴ്ത്തിടാം. പ്രതിജ്ഞ. എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. മഹത്വചനം. വിജയിക്കാൻ ഞാനെടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. കലാമിന്റെ വാക്കുകൾ. സ്റ്റാൻഡേർഡ്സ്. പ്രധാന അധ്യാപികയുടെ സന്ദേശം. പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ അസംബ്ലിയിൽ വീണ്ടും കാണുന്നു. ഇന്ന് അസംബ്ലിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക കാര്യം, തികച്ചും സന്തോഷകരമായ ഒരു കാര്യം പങ്കുവയ്ക്കാനുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ഇത്രനാളും ഈ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കൊറോണ എന്ന മഹാമാരിക്കെതിരെയുള്ള കുത്തിവെപ്പ് നമ്മുടെ രാജ്യത്തും ആരംഭിച്ച സന്തോഷകരമായ സന്ദർഭത്തിലാണ് നമ്മുടെ ഈ അസംബ്ലി ചേരുന്നത്. 16-ാം തീയതി രാജ്യത്ത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. അതിനു മുമ്പ് നമ്മുടെ പരിശീലന കുത്തിവെപ്പുകളൊക്കെ പൂർത്തിയാക്കി. ഈ കുത്തിവെപ്പ് എടുത്ത് ഇതുവരെയും ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തികച്ചും സുരക്ഷിതമാണ് ഈ വാക്സിൻ എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആശ്വസിക്കാനുള്ള ഒരു വകയുണ്ട്. ഏകദേശം ഒരു വർഷത്തോളമായി ശാസ്ത്രലോകം ഇതിനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു. അപ്പോൾ അസാധ്യമായി ഒന്നുമില്ല എന്ന ചരിത്ര സത്യം വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പ്രവർത്തകർക്കുമൊക്കെയാണ് ഈ വാക്സിൻ എടുക്കുന്നത്. അതിനുശേഷം മുതിർന്ന പൗരന്മാർക്ക് ഇത് നൽകും. 3-ാം ഘട്ടത്തിലാണ് സാധാരണ ജനങ്ങൾക്ക് ഇത് ലഭ്യമായി തുടങ്ങുക. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാവർക്കും കുത്തിവയ്പ് എടുക്കാനുള്ള ഒരു സന്ദർഭം വരുമ്പോൾ
നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളോട് പറഞ്ഞ് കുത്തിവെപ്പ് സ്വീകരിക്കാൻ പറയണം. എല്ലാവരും ആ കുത്തിവെപ്പിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ നമ്മുടെ നാട്ടിൽ നിന്നും ഈ രോഗത്തെ പൂർണ്ണമായിട്ടും തുരത്താൻ നമുക്ക് കഴിയുക. അങ്ങനെ രോഗം തുരത്തി ഓടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട് പഴയ പോലെയാവും. ഇവിടെ നമ്മുടെ പതിവ് പ്രവർത്തനങ്ങൾ, ജീവിത രീതികളൊക്കെ തിരിച്ചു വരും. ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക മാന്ദ്യവും കാർഷിക മേഖലയിലും മറ്റ് ഒരു തളർന്ന അവസ്ഥയുമൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് സ്കൂൾ വിശേഷങ്ങളിലേക്ക് വന്നാൽ അടുത്ത ആഴ്ച നമുക്ക് ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. നമ്മൾ ഭരണഘടനാ ദിനം ആഘോഷിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ജനുവരി 26 അത് റിപ്പബ്ലിക്കായിട്ട് നമ്മൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ ദിനത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില മത്സരങ്ങൾ, ചില ആഘോഷ പരിപാടികളൊക്കെ അധ്യാപകർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മുകുന്ദൻ മാഷ് നിങ്ങളോട് പറയും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ കിറ്റ് വിതരണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അത് കുറച്ച് ആളുകൾ കൂടി വാങ്ങാനുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും വന്ന് അത് വാങ്ങേണ്ടതാണ്. നമുക്ക് ഒരുപാട് ദിവസമായിട്ട് നമ്മുടെ സ്കൂളിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങളാണ് പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകണം. പിന്നെ ഇനിയും പാഠപുസ്തകങ്ങൾ പൂർണ്ണമായി വാങ്ങാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവരത് വാങ്ങണം. പിന്നെ LSS, USS പരിശീലനങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. യൂട്യൂബ് വീഡിയോയിലേക്ക് ഇനിയും വീഡിയോകൾ അയക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് അയക്കുക. നിങ്ങളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരിപാടി, അതുപോലെ തന്നെ മറ്റ് കഥാനേരം തുടങ്ങിയ പരിപാടികളൊക്കെ വളരെ നന്നാവുന്നുണ്ട്. ഇനിയും ഇൻട്രോ വീഡിയോ അയക്കാൻ പറ്റുന്ന കുട്ടികൾ അതൊക്കെ ഒന്ന് അയക്കണം. നല്ല നിലവാരത്തിലാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ പോകുന്നത്. അതാണ് മറ്റൊന്ന് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്യുന്നതിനും ഗേറ്റ് മാറ്റിവെക്കുന്നതിനുമൊക്കെയായി ചെറിയ സംഭാവനകൾ പലരും വാഗ്ദാനം ചെയ്തിരുന്നു. നമുക്ക് ഇതുവരെ ലഭിച്ചത് 26,500 രൂപയാണ്. ഇനിയും ആരെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വിദ്യാലയത്തിൽ എത്തിച്ചാലാണ് നമുക്ക് പ്രവൃത്തി തുടങ്ങാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഒരു 3 ലക്ഷത്തിന്റെ ബജറ്റാണുള്ളത്. പക്ഷെ നമുക്കിതുവരെ എത്തിയിട്ടുള്ളത് 26,500 രൂപയാണ്. അപ്പോൾ കിട്ടുന്ന പണത്തിനനുസരിച്ച് നമ്മൾ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തും. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിർബന്ധിച്ച് ആരിൽ നിന്നും അത് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. മറ്റ് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. റിപ്പബ്ലിക് ദിന ആഘോഷത്തെക്കുറിച്ച് മുകുന്ദൻ മാഷ്. കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേ? അപ്പോൾ മാഷ് ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായോ? ജനുവരി 26 എന്താ പ്രത്യേകത? റിപ്പബ്ലിക് ദിനമാണ്. അപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനം നമുക്ക് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ വിദ്യാലയം വിവിധ പരിപാടികളുമായിട്ട് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുവാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി എന്ന് നമുക്ക് നോക്കാം. പരിപാടി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൽബം തയ്യാറാക്കലാണ്. ആൽബം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചിത്രങ്ങൾ ഒട്ടിച്ചിട്ട് അതിന് കുറിപ്പും അവരെക്കുറിച്ച് എഴുതുക. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചിത്രം ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മൾ എല്ലാവരും ആൽബം തയ്യാറാക്കിയിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചർമാർക്ക് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണം. അപ്പോൾ ആൽബം തയ്യാറാക്കാൻ നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ, മുതിർന്നവരുടെ സഹായങ്ങളൊക്കെ തേടാം അല്ലേ? വിഷയം എന്താണ്? സ്വാതന്ത്ര്യ സമര ചരിത്ര നായകന്മാരും അവരുടെ പ്രധാന അവരെക്കുറിച്ചുള്ള ആശയങ്ങളുമാണ്, പ്രവർത്തനങ്ങളുമാണ് നിങ്ങൾ എഴുതേണ്ടതായാലും ചിത്രം ഒട്ടിച്ചു കഴിഞ്ഞിട്ട്. പിന്നീട് നമ്മൾ നടത്തുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് ക്വിസ് മത്സരമാണ്. ക്വിസ് മത്സരത്തിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റ് വഴിയാണ് നടത്തുന്നത്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ് വഴി നടത്തുമ്പോൾ LPക്കും UPക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഈ ജനുവരി 26 നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. സമയം പിന്നീട് നമ്മൾ അറിയിക്കും. പിന്നെ ദേശഭക്തി ഗാനം, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഗാനങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തം പാടിയിട്ട് റെക്കോർഡ് ചെയ്യുക, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ക്ലാസ് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നത്തെ അസംബ്ലിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ
അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല പ്രഭാഷണം എന്ന് പറഞ്ഞാൽ സന്ദേശം, റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട സന്ദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചക്കകം നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ പരിപാടി നമ്മുടെ ചാനലിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കണം എന്നാണ് മാഷിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, പിന്നെ കാണാം. സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിതയുമായി ആദിമാസിയം. കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറിനെ കുറിച്ചാണ്. 1934 ജനുവരി 22 തിരുവനന്തപുരത്ത് ടീച്ചർ ജനിച്ചു. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ടീച്ചറുടെ ഓർമ്മയ്ക്കായി ഈ കവിത ഞാൻ സമർപ്പിക്കുന്നു. നല്ല നാളേക്ക് വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. 2ാം ക്ലാസ്സിലെ മദർ ട്രീ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ലീഫ് ആൽബം അവതരിപ്പിക്കുന്നത് സാൻവി KV. Hi, I am Sanvi. I am studying in 2nd standard. I am presenting a leaf album. This is pepper leaf. This used for mouthwash. This is banana leaf. This used for eating food. This is curry leaf. This used for curries. This is pepper leaf, brinjal leaf. This is muringa leaf. This used for hairs. This is guava leaf. This used for hairs. This is mango leaf. This used for teeth. This is tulsi. This is medical leaf. 6ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങൾ. ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഗണിത പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു കോൺ മാപിനി ആണ്. അതിനായി അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു രൂപം കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കുക. ഇതുപോലെ. അടുത്തതായി ഈ രൂപത്തിൻ്റെ വ്യാസത്തിന് നടുവിൽ കോൺ മാപിനി വെച്ച് നമുക്ക് അളവുകൾ രേഖപ്പെടുത്താം. ഇനി നമുക്ക് അളവുകൾ രേഖപ്പെടുത്താം. ഇതുപോലെ ഇവിടെയും അളവുകൾ രേഖപ്പെടുത്തുക. എല്ലാ അളവുകളും രേഖപ്പെടുത്തി. ഇതാ നമ്മുടെ കോൺ മാപിനി തയ്യാറായിരിക്കുന്നു. Hi, I'm Shiva. Good morning. Today I would like to share my ideas with you an important topic. Importance of time. We all know that time is very precious and time is very valuable to all people. Therefore, we should never waste time. Time is the key to success. Time is the most valuable things in the world. ജയ് ഹിന്ദ്.